ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാ? ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ടു ടെക്സ്റ്റൈൽ ഷോപ്പ്. കഴിച്ച് വരുന്നത് അനു എന്താ പോണു. ഇയാളാണ് ഈ വ്യക്തി. കല്യാണം സീരീസ് പാർട്ട് 4. അപ്പോൾ പാർട്ട് 3 എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നമ്മളൊരു ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ഷോപ്പിംഗ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ വേറെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, വളകാപ്പ് സംഭവങ്ങളൊക്കെ ആയിട്ട്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഡ്രസ് ടോപ്പ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് കിട്ടിയില്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ലൈം ഓടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സൻഹയെ പോയി ചേച്ചിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വിചാരിച്ച് നമ്മളുടെ തീമിന് ആയിട്ടുള്ള കളർ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് സ്റ്റിച്ച് ചെയ്തതും മേടിച്ചിട്ട് നമ്മൾ അവിടെ നേരെ ഇറങ്ങിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള പൂവും സംഭവങ്ങളൊക്കെ വാങ്ങി. പിന്നെ കുറച്ചേറെ ഫാൻസി ഐറ്റംസും വാങ്ങാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചേച്ചിക്ക് ഒരു ചപ്പൽ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും നോക്കി നമ്മൾ അവിടെ നിന്നൊരു ചപ്പൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പരാഗ് പോയിട്ട് മെറ്റീരിയൽ നോക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ നല്ല മഴ പെയ്തു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ റെൻ്റൽ ഷോപ്പിലേക്കാണ് പോയത് കേട്ടോ. റെൻ്റൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ നല്ല റേറ്റ് ആയിരുന്നു. അതിനെക്കാട്ടും ഭേദം നമ്മൾ ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നതാണ്. അതിൻ്റെ പകുതി വില ആവുന്നുള്ളൂ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ വിചാരിച്ചു സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാമെന്ന്. അങ്ങനെ നേരെ ഫാമിലിക്ക് പോയിട്ട് അവിടുന്ന് നമ്മൾ ക്ലോത്ത് എടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. മെയിനാവുക എൻ്റെ ചേച്ചി ആയതുകൊണ്ട് പറയല്ലേ, ഏത് ഷോപ്പ് കയറിയാലും അവിടെ കിടന്ന് മെയിൻ ആവലായിരുന്നു. നല്ല ഉക്കും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ നമ്മൾ നേരെ അവിടെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് പിന്നെ ബില്ലും കാര്യങ്ങളൊക്കെ ആക്കി. നമ്മൾ പല പല ദിവസങ്ങളിൽ പോയിട്ടാണ് ഓരോ സാധനങ്ങൾ മേടിക്കുന്നത്. അതാണ് ഇത്ര കുറേ ലെങ്തി ആയിട്ട് വീഡിയോസ് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ബില്ലാക്കിയ സാധനം മേടിച്ചിട്ട് പിന്നെ നേരെ ചപ്പൽ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ നമുക്ക് അവിടെ നിന്നൊരു ചപ്പലും കിട്ടി. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. രാത്രിയാണെങ്കിൽ ഒരു വിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.